ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവൾ അവളുടെ ലക്ഷ്യം നടപ്പാക്കാൻ, അവളുടെ സ്ഥാനം ഉറപ്പിക്കാനും സ്വത്ത് കൈക്കലാക്കാനും മെനഞ്ഞൊരു കഥ. അവൾ തകർത്ത് കളഞ്ഞത് എത്ര ജീവനുകളാണ്. എല്ലാം പുറത്തു കൊണ്ടുവരണമെങ്കിൽ നീ ജീവിച്ചിരുന്നേ പറ്റൂ. അതുകൊണ്ട് ഇനി അവൾക്ക് പിടികൊടുക്കരുത്. പിന്നെ ആഹാരം കൊണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങൾ ചാകാതിരിക്കാൻ വേണ്ടി ഇത് കഴിച്ചേ പറ്റൂ. എന്താടോ ഇങ്ങനെ നോക്കുന്നേ? തന്നോടോ ചോദിച്ചേ? പിന്നെ കുടിക്കാൻ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഞാൻ എപ്പോഴെങ്കിലല്ലേ വരൂ, അപ്പോഴേ തനിക്ക് വെള്ളം കുടിക്കാൻ പറ്റും. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഈ വെള്ളം എടുത്ത് കുടിക്കാം. ഞാനാ നിന്റെ വേണു. വേണു, എന്റെ വേണു. അതേടാ, ഞാൻ തന്നെടാ. ഇവിടുന്ന് സംസാരിക്കാൻ നേരമില്ല, നമുക്ക് വേഗം രക്ഷപ്പെടാം. പിടിച്ചോ, പതുക്കെ വാ. ഇവനെന്താ മുറ്റത്ത് നടന്നേ കാണിക്കുന്നത്? നീ എന്താടാ ആടിനെ പശുവിനെ വല്ലതും വളർത്താൻ തുടങ്ങിയോ? ഇത് ആടിനും പശുവിനൊന്നും അല്ല. പിന്നെ ഇത് എന്റെ ഈ ഋതിക മേഡത്തിന് ഭയങ്കര പനിയല്ലേ, അപ്പൊ ആവി പിടിക്കാനാ. അത് ശരി. ഭാര്യയ്ക്കൊരു പനി വന്നപ്പോ നിന്റെ നെഞ്ചിനകത്തൊരു പടപടപ്പ് അല്ലടാ? ഇപ്പോ ചേച്ചി അവിടുന്ന്. എനിക്കെന്തായാലും സന്തോഷായടാ, ചെറുക്കന്റെ ഒരു അനുരാഗം. ഞാനേ ഇത് അമ്മയോട് പറയാം. ചേച്ചി, ഒരാളുടെ പനി വേഗം കുറയല്ലേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. ചേച്ചി ജഗന്നാഥൻ മരിച്ചുപോയെന്ന എല്ലാവരും വിശ്വസിച്ചത്. പ്രതാപവർമ്മ സാറിന്റെ വളർച്ചയിൽ അസൂയപ്പെട്ട് നീ മറ്റേതോ നാട്ടിലേക്ക് ജോലിക്ക് പോയെന്നും തുടർന്ന് അവിടെ വെച്ച് രോഗം വന്ന് മരിച്ചു എന്നാ ഒരു വാർത്ത. അതൊക്കെ പറഞ്ഞു പരത്തേണ്ട ആവശ്യം അവൾക്കുണ്ടല്ലോ. എന്നെ തടവറയിൽ ഇട്ടുകൊണ്ട് അവളത് ഭംഗിയായി ചെയ്തു. എടാ, അവൾക്ക് അതല്ലേ ചെയ്യാൻ പറ്റൂ. സൂര്യമംഗലത്തെയും പ്രതാപന്റെയും കാശ് അവളുടെ വേണ്ടുവോളം ഉണ്ടല്ലോ വേണു. കാശുള്ളപ്പോ ആജ്ഞാവർത്തികളായ ആളുകളെ ആവശ്യത്തിലധികം കിട്ടുമല്ലോ വേണു. പണ്ട് ഭീമനെയും ദുര്യോധനെയും നിത്യശത്രുക്കളാക്കാൻ വേണ്ടി ശകുനി കളിച്ചൊരു കളി. സൂര്യരെയും മാഗധരെയും കള്ളും കാശും കൊടുത്ത് കയ്യിലെടുത്ത് ഭീമൻ ജനിച്ചത് ദുര്യോധനെ കൊല്ലാനാണെന്ന് പറഞ്ഞു വരുത്തി അവരെ ബദ്ധശത്രുക്കളാക്കി. ഇത് അതിലും ഭീകരമായ ഒരു കഥയാണ്.
അവൾ അവളുടെ ലക്ഷ്യം നടപ്പാക്കാൻ, അവളുടെ സ്ഥാനം ഉറപ്പിക്കാനും സ്വത്ത് കൈക്കലാക്കാനും മെനഞ്ഞൊരു കഥ. അവൾ തകർത്ത് കളഞ്ഞത് എത്ര ജീവനുകളാണ്. എല്ലാം പുറത്തു കൊണ്ടുവരണമെങ്കിൽ നീ ജീവിച്ചിരുന്നേ വച്ചു. അതുകൊണ്ട് ഇനി അവൾക്ക് പിടികൊടുക്കരുത്. ആരും കാണാത്ത രഹസ്യമായ ഒരു ഷെൽട്ടർ എനിക്ക് വേണ്ടേ വേണു. മാഡം, 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 എഴുന്നേക്ക് മാഡം, കഞ്ഞി കുടിക്കാം. എന്താ രാജു? എനിക്ക് വേണ്ട രാജു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മാഡം. മരുന്ന് കഴിക്കണ്ടേ? ക്ഷീണം ഉണ്ടാവും. എഴുന്നേക്ക്. വാ മാഡം, എന്നിട്ട് കുടിച്ചോ. രാജു കുറച്ച് കഴിക്ക. കുറച്ചെങ്കിലും കഴിച്ചാലും മരുന്ന് കഴിക്കാൻ പറ്റൂ. എന്തൊക്കെയാ ഇത്? കഞ്ഞി കോരി കൊടുക്കുന്നു, ഭാര്യയെ ലാളിക്കുന്നു, കൊഞ്ചിക്കുന്നു. മേഡം ഇത് കഴിക്കേ. മതി രാജു, എനിക്ക് വേണ്ട. പോരെ മേഡം, ആന്റിബയോട്ടിക്സാ ചെല്ലുന്ന. ക്ഷീണം ഉണ്ടാവും. കഴിച്ചേ മതിയാവൂ. മായ്ക്കൊരു രുചിയും തോന്നുന്നില്ല. അതെനിക്കറിയാം. ഇപ്പൊ രുചിയും മണോ ഒന്നും നോക്കണ്ട. മേഡം ഇത് കഴിക്കേ. കഴിക്കേ, കഴിക്കേ. വായിക്ക് രുചിയില്ലെന്ന്. എന്നാ ചെമ്മീൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുന്നു. ഓരോ പിന്നോ ഇനി കിടന്നോ, കിടന്നോ, കിടന്നോ. ഉറങ്ങിക്കോ. ഇങ്ങനെയുള്ള പ്രേമമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ചൊമ്മോ. കാശ് കിട്ടാനുള്ള കാര്യങ്ങളായി. ഇനി ഇത് ചോർത്തി കൊടുക്കാം. അങ്ങനെ കൊച്ചമ്മിണി ഒരു ചാരവനിതയാകുന്നു.